എൻ്റെ അമ്മ അക്രമം കൂടുന്നു. അടങ്ങ് പിള്ളേരാണ്. കണ്ടോ, ഡുക്കാട്ടി മേക്സ് പീപ്പിൾ ഹാപ്പി. അതിൻ്റെ ഒരു എക്സാമ്പിൾ. മോട്ടോർ സൈക്കിൾ മേക്സ് പീപ്പിൾ ഹാപ്പി. സാധനം എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? അതാണ് കാര്യം. കണ്ടില്ലേ, ഹയർ ഗിയേഴ്സ് അറ്റ് ലോവർ സ്പീഡിലൊക്കെ ചില്ല് ചെയ്ത് അധികം ഗിയർ ഷിഫ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റും കേട്ടോ. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ള ദ ബ്രാൻഡ് ന്യൂ 2025 ഡുക്കാട്ടി പാനിഗാലെ V4 ദ അൾട്ടിമേറ്റ് അക്രമം മോട്ടോർ സൈക്കിൾ ആണ് കേട്ടോ. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകതയൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇത് കണ്ടില്ല, ആ ബബിൾ വൈസറൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാൻ കൊള്ളാമല്ലേ? മാത്രമല്ല, ഇത് കമ്പയർഡ് ടു ദ പ്രീവിയസ് മോഡൽ ഇത് 4% മോർ എയറോഡൈനാമിക് ആണെന്നാണ് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആ വിംഗ്ലെറ്റ്സും കണ്ടില്ലേ. പഴയ വിംഗ്ലെറ്റ്സ് ഏകദേശം 30 to 40 kgs ഓഫ് ഡൗൺ ഫോഴ്സ് അറ്റ് 300 km/h 300 km/h പ്രൊഡ്യൂസ് ചെയ്ത് 300 km/h സ്പീഡ് എത്തുമ്പോഴേക്ക് ഇത് ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ അടി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ആ റാം എയർ ഇൻടേക്കിനോട്ടുള്ള സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ലിക്വിഡ് കൂളിംഗ് ഉള്ള കേർവ്ഡ് റേഡിയേറ്റർ, വലിയൊരു റേഡിയേറ്ററും കൊടുത്തിട്ടുണ്ട്. അടിക്ക് ആ ഓയിൽ കൂളറും കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ് നോക്ക്. ആ ടയർ നോക്ക്, ഫ്രണ്ടിൽ ടയർ സൈസ് നോക്ക്. ഫ്രണ്ടിൽ തന്നെ 120 സെക്ഷൻ ടയറാണ് കേട്ടോ. പിർലി സൂപ്പർ കോസ, ഡൈബ്ലോ സൂപ്പർ കോസ V4 SP ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പ് അല്ലേ? പിന്നെ ഇതിൻ്റെ ലുക്കിൻ്റെ കാര്യം പറയുമ്പോൾ കുറേ പേര് പറയാറുണ്ട് പഴയ ജനറേഷനാണ് മച്ച് മോർ ബ്യൂട്ടിഫുൾ, ഇത് അത്ര സെറ്റപ്പ് അല്ല, ഇത് കുറച്ചും കൂടി അൺഫിനിഷ്ഡ് പോലെയാണെന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. പക്ഷേ ഇത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ലുക്ക് സോ ഡാം ഗുഡ് കേട്ടോ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് നോക്കുക. ആ വിംഗ്ലെറ്റ് ഉണ്ടാ കണ്ടില്ലേ, ആ വിംഗ്ലെറ്റിന് സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന തോന്നുന്ന കറക്റ്റ് ഡീറ്റെയിൽസ് ഡുക്കാട്ടി റിലീസ് ചെയ്തിട്ടില്ല. പഴയ വേർഷൻ തന്നെ ഏകദേശം അവർ പറഞ്ഞ 37 kgs അവർ ഇതിനവർ റിലീസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് പാനിഗാലെ V4 ആണ്, V4S അല്ല. അതിന് കൊടുത്തേക്കുന്ന ഷോവയുടെ കണ്ടില്ലേ 43 mm അപ്സൈഡ് ഡൗൺ ഫോക്കാണ് കൊടുത്തേക്കുന്നത്. ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫോക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതല്ല കേട്ടോ സെറ്റപ്പ്. ഇതിൻ്റെ റേഡിയൽ കാലിപ്പർ ചെയ്താൽ നോക്കുക ബ്രംബോ തന്നെ, പക്ഷേ ഹൈ പ്യൂർ കാലിപ്പർ, ഹൈ എൻഡ് സെറ്റപ്പ്, ലൈറ്റ് വെയിറ്റ്, ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷൻ, ബെറ്റർ ബ്രേക്ക് ലെവർ ഫീൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാലിപ്പറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്ക്രോട്ടർ 330 mm ഡിസ്ക്രോട്ടർ, ട്വിൻ ഡിസ്ക്രോട്ടർ 330 mm ഉണ്ട്. നോക്ക്, ആ റിമ്മിൻ്റെ ഓൾമോസ്റ്റ് സൈസ് എത്താറായി. ഡിസ്ക്രോട്ടർ പിടിച്ചു നിർത്താൻ വേണ്ടി, എഫക്റ്റീവായി പിടിച്ചു നിർത്താൻ വേണ്ടി, അതിന് റോഡിന് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള സൂപ്പർ കോസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വിംഗ്ലെറ്റ്. എങ്ങനെ ഇരിക്കണം സാധനം. പിന്നെ ഇതിൻ്റെ കുറേ ഹാർഡ്വെയർ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അങ്ങനെ നീണ്ടു പോട്ടെ, അത്രയും മാത്രം ടെക് അവർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും എനിക്ക് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ സൈക്കിളിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനസ് സ്റ്റിഫ്നെസ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പയർഡ് ടു ദ പ്രീവിയസ് ജനറേഷൻ ഒരു വീൽ ബേസ് കുറച്ചും കൂടി കൂട്ടിയിട്ട് കുറച്ചുകൂടി ലോങ്ങർ വീൽ ബേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. വേറെ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഫ്രെയിമിലും ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി ലൈറ്റർ വെയിറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റിഫ്നെസ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലാറ്ററൽ സ്റ്റിഫ്നെസ് കുറച്ചെന്നാണ്. ചുരുക്കത്തിൽ കുറച്ചൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കട ഫ്രണ്ട് ടു ബാക്ക് ഈ സ്ട്രെയിറ്റ് ലൈനുള്ള സ്റ്റിഫ്നെസ് അവർ മെയിൻറ്റെയിൻ ചെയ്ത്, പക്ഷേ സൈഡ് ടു സൈഡ്, ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡുള്ള സ്റ്റിഫ്നെസ് അവർ കുറച്ച്. ഇതിൻ്റെ ഷാസിയുടെ കുറച്ച് മൗണ്ടിങ് പോയിന്റ്സിലാണ് അവിടുത്തെ കുറച്ച് മെറ്റീരിയൽ അവർ മാറ്റി. അലുമിനിയം ഫ്രെയിം തന്നെ, പക്ഷേ ആ മെറ്റീരിയൽ ചേഞ്ച് ചെയ്ത് അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് മെറ്റീരിയൽ പോയിന്റ്സിൽ നിന്ന് മാറ്റിയെടുത്ത് അവർ ആ സൈഡ് ടു സൈഡുള്ള സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ വേണ്ടി. ആ കുറക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ കുറേ പറയുന്നുണ്ട് കേട്ടോ. ആ ലാറ്ററൽ ആയിട്ടുള്ള റിജിഡിറ്റി കുറച്ചിട്ടുണ്ട് അവർ. അത് കുറയ്ക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ ചേഞ്ച് ആയിട്ട് കുറച്ചും കൂടി ബെറ്റർ ഫീഡ്ബാക്ക് റൈഡറിന് കിട്ടുന്നതായിരിക്കും. കുറച്ചും കൂടി എപ്പോഴും ഷാസി ഫ്ലെക്സ് എന്നൊക്കെ കിട്ടില്ല, ആ ഷാസി ഒരു ചെറിയ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇത് ബെൻഡാണ് സാധനം, ഫ്ലെക്ഷൻ എന്നാണ് അവർ ശരിക്കും കറക്റ്റ് ടേം പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എല്ലാ മെറ്റീരിയൽ ചെറിയ രീതിയിൽ ബെൻഡാവും, എന്നിട്ട് അത് തിരിച്ച് ഒറിജിനൽ എൻ്റെ പൊസിഷനിലോട്ട് പോകും. എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റും റൈറ്റോട്ട് തിരിഞ്ഞു വരുമെന്നല്ല ഈ ഷാസി പറയുന്നത്. ചെറിയ രീതിയിൽ ഓഫ് ഫ്ലെക്ഷൻ, ഒരു ബെൻഡിങ് ഉണ്ടാവും കേട്ടോ. അത് കൊടുത്ത് തന്നെ റൈഡറിന് ബെറ്റർ ഫീൽ കിട്ടും, ബെറ്റർ കോൺഫിഡൻസ് കിട്ടും കോർണർ ചെയ്യാൻ. അതിന് വേണ്ടിയാണ് അവർ ഈ ചേഞ്ചസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ആ ഫ്രണ്ട് ഈ കാണുന്ന അലൂമിനിയം അലോയുടെ ഫ്രെയിം അവർ കുറച്ചും കൂടി ലൈറ്ററും ആക്കി, ഏകദേശം 1 kg ലൈറ്ററും കൂടി ആക്കി കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ എഞ്ചിൻ, ആ V4 90° V4 എഞ്ചിൻ 1100 cc ആണ്. 216 ഹോഴ്സ് പവർ 122 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നിട്ട്. 200+ ഹോഴ്സ് പവർ 122 Nm ഓഫ് ടോർക്കാണ്. ഹൈ റെവിങ് ആണ്, ഹൈ കംപ്രഷൻ റേഷ്യോ 14:1 ഹൈ കംപ്രഷൻ റേഷ്യോ റൺ ചെയ്യുന്ന ഒരു ബ്രില്യൻ പീസ് ഓഫ് എഞ്ചിനീയറിംഗ് നിങ്ങൾ ഈ കാണുന്ന സെറ്റപ്പ് കേട്ടോ. കൊള്ളാല്ലേ? അതുകൊണ്ട് തന്നെ 0 to 100 അണ്ടർ 3.3 സെക്കൻഡ്സിൽ അടിക്കുന്ന കേട്ടോ. 100 നമ്മൾ ഈ കഥ പറഞ്ഞ 0 to 100 പറഞ്ഞ ടൈമിൽ തന്നെ ഇത് 100 അടിക്കും. അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ. ടോപ്പ് സ്പീഡ് 299-300 ലിമിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് സ്പീഡാണ് കേട്ടോ. ഇലക്ട്രോണിക്കൽ ലിമിറ്റഡാണ്. പിന്നെ ഡെസ്മോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതിൻ്റെ ക്യാം ഷാഫ്റ്റില്ലേ പോളിഡൈൻ ക്യാംസ് എന്നാണ് പറയുന്നത് കേട്ടോ. അത് പോളിനോമിയൽ ഇക്വേഷൻ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചത് പോളിനോമിയൽ ഇക്വേഷൻസ് ഒക്കെ, ആ ഇക്വേഷൻസ് ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്ത ക്യാം ഷാഫ്റ്റ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം പണ്ട് മുതലേ ഡുക്കാട്ടിക്കുണ്ടായ പ്രശ്നം ഹയർ റെവിങ് എത്തുമ്പോഴേക്കും കുറച്ച് പ്രശ്നമായി. കാരണം ലോബ്സ് വെച്ചിട്ടാണ് ഈ ക്യാം ലോബ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ വാൽവ് ക്ലോസിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ടൈമിന് കുറച്ച് ഇഷ്ടമുള്ള കുറച്ച് ഇഷ്യൂസ് വന്നുകൊണ്ട് ഹൈ റെവിങ് എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റില്ല.
വിത്ത് ദ പോളിനോമിയൽ ഇക്വേഷൻസ് വെച്ചിട്ട് എഞ്ചിനീയേഴ്സ് പ്രോപ്പർലി ഡിസൈൻ ചെയ്തെടുത്ത ഈ വാൽവ് സിസ്റ്റം ആയതുകൊണ്ട് അത് കുറച്ചുകൂടി ഹയർ റവിങ് ആവും, കുറച്ചുകൂടി സ്മൂത്തറായിട്ട് പവർ ഡെലിവറി വന്നിരിക്കുന്നുണ്ട്. അത് ഓടിക്കുമ്പോൾ നമുക്ക് ടെസ്റ്റ് നോക്കി ഇതിൻ്റെ പവർ ഡെലിവറി എങ്ങനെയുണ്ട്, പഴയ V4 പോലെയാണോ, എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ട്. ഇത് F1 ഉപയോഗിക്കുന്ന ടെക്നോളജി ആ പോളി ഡൈൻ ക്യാംസ് എന്ന് അത് ഓർത്തു വെച്ചാൽ അത് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. പിന്നെ ഇലക്ട്രോണിക്സ് കുറേ കുത്തിക്കേറ്റ് വെച്ചാൽ അത്രയും മത്താപ്പാണ് ഈ മോട്ടോർ സൈക്കിൾ കൊടുത്തത്. അത് ഞാൻ പിന്നെ അതേ ആ TFT ഡിസ്പ്ലേയിലോട്ട് എത്തുമ്പോൾ ഞാൻ പറയാട്ടോ. പിന്നെ അവർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുഡ് പാക്ക് ഉണ്ട്. അത് റേസും ലോവറും എന്ന് ചെയ്ത് ഉള്ളിലോട്ടാക്കി, കുറച്ചും കൂടി ഉള്ളിലോട്ടാക്കി വെച്ചിട്ടു. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ കോർണറിങ് ക്ലിയറൻസ് കിട്ടും, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റൈഡറിന് ടാങ്ക് ഹഗ് ചെയ്യാൻ പറ്റും. ഇത് ട്രാക്ക് മോട്ടോർ സൈക്കിൾ ആ അക്രമത്തിന് വേണ്ടി അവർ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നത്തെ മേജർ ചേഞ്ച് എല്ലാവർക്കും വിഷമം വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ട ട്വിൻ സൈഡ് സ്വിംഗ് ആമായി ഡുക്കാട്ടി ഹോളോ സ്വിംഗ് ആം എന്നാണ് കണ്ടില്ല, ഹോളോ ആയിട്ടുള്ള സ്വിംഗ് ആമായിട്ട് കൊടുത്ത് പഴയ പോലെ സിംഗിൾ സൈഡറല്ല. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആ ലാറ്ററൽ റിജിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബെറ്റർ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ ഈ ട്വിൻ സൈഡർ കൊടുത്തുകൊണ്ട് വേറെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോജിറ്റ്യൂഡിൽ ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട് ടു ബാക്ക് ഉള്ള സ്റ്റിഫ്നെസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ബെറ്റർ പവർ ടു ദ റിയർ വീൽ കൊടുക്കാൻ പറ്റി. പക്ഷേ എന്നാലും റൈഡറിന് ബെറ്റർ ഫീലും കൺട്രോൾ, ആ ചെറിയ ഫ്ലെക്സ് കിട്ടുകൊണ്ട് ബെറ്റർ കൺട്രോൾ ഇൻ ടു കോർണേഴ്സ്, ആ ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ റൈഡേഴ്സിന് ബെറ്റർ കോൺഫിഡൻസ് കിട്ടും. ഇത് നിങ്ങൾ ട്രാക്ക് ഓടിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. യമഹ R3 ഓടിച്ചിട്ട് R3 കുറച്ച് സ്റ്റിഫ്, അതിന് ലാറ്ററൽ റിജിഡിറ്റി കുറച്ച് കൂടുതലാണ് കമ്പയർഡ് ടു ദ R3. അപ്പോൾ ബെറ്റർ ഫീലിംഗ് എല്ലാവരും പറയും, അറിയാണ്ട് തന്നെ പറയും ഇത് കുറച്ചൊരു ഫീലിംഗ്, കുറച്ചൊരു കോൺഫിഡൻസ് ആയിരുന്നു ടിപ്പിങ് ചെയ്യാൻ വേണ്ടി. അതാണ് ഡിഫറൻസ് മനസ്സിലായി. ഞാൻ സിമ്പിൾ കമ്പാരിസണിൽ പറഞ്ഞാൽ ഭയങ്കര ബേസ് ആയിട്ട് പറഞ്ഞു ഇത് കുറേ കാര്യങ്ങൾ ഡിഫറൻസ്, അതിൻ്റെ ലോഡ് പോയിൻറ്റ്സ്, പ്രഷർ പോയിൻറ്റ്സ്, അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അബൌട്ട് ദ ഷാസി ഡിസൈനെ കുറിച്ചൊക്കെ ഉണ്ട് ഞാൻ ബേസ്ഡ് ലേമാൻ ടേംസിൽ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ബാക്കിലത്തെ ഡിസ്ക് റോട്ടർ 245 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. സിൻഡർ ബ്രേക്ക് പാഡ്സ് ഫ്രണ്ടും ബാക്കിലൊക്കെ പ്രൊവൈഡ്. പിന്നെ ബാക്കിലത്തെ ടയർ സൈസ് ഒക്കെ 200 സെക്ഷൻ ഡയബ്ലോ സൂപ്പർ കോസ SP ടയറാണ് കൊടുത്തത്. സൈഡ് ഗ്രിപ്പ് നോക്കിയതേ കണ്ടോ, ഒന്ന് ചെത്തിക്കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റ് കോമ്പൗണ്ട് ആണ് കൊടുത്തത്. ഞാൻ കയ്യിൽ മാർക്ക് കിട്ടാൻ മാർക്ക് കിടക്കും, അത്രയും സോഫ്റ്റ് കോമ്പൗണ്ട്. അത് ഞാൻ ലൈഫൊന്നും കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഓൺ ദ റോഡ് ആണെങ്കിൽ സ്ട്രീറ്റ് റൈഡിങ് ആണെങ്കിൽ കാഷ്വൽ ആയിട്ട് പോയി ട്രാക്ക് ഡേയ്സ് ഒക്കെ ചെയ്യാൻ ഇനഫ് ഓഫ് എ ടയറാണ്. ബിഗിനർ ഗ്രൂപ്പിലൊക്കെ റൈഡ് ചെയ്യാൻ മോർ ദൻ എഫ് ആണ്. പിന്നെ ഇതിൻ്റെ റിയർ ടെയിൽ സെക്ഷൻ നോക്കും, എന്ത് അഗ്രസീവ്, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ആ എയർ ചാനൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പാസേജ് കൊടുത്തിട്ടുണ്ട്. ഇത് മൗണ്ട് ചെയ്ത് കണ്ട ഒരു ഫ്ലിംസി പ്ലാസ്റ്റിക് പോലത്തെ സെറ്റപ്പാണ്, പക്ഷെ എന്നാലും അടിപൊളി ലുക്കാണ് കേട്ടോ സാധനം കാണാനല്ലേ. എൻ്റെ റിയർ ഫെൻഡർ കണ്ടില്ലേ കൊടുത്തേക്കാണ്ട് മഡ് ഗാർഡ് ഹോൾഡ് ചെയ്ത് വെച്ച് കണ്ട് ചെറിയ കുട്ടി പീസാണ് കൊടുത്തത്. ഈസി ടു റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ഫോർ ട്രാക്ക് റെഡി ആക്കാൻ എളുപ്പത്തിൽ ഊരിയെടുത്ത് മാറ്റാൻ വേണ്ടി, റോഡ് ലീഗലാക്കാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഒരു സാധനം കേട്ടോ. ഇതിനങ്ങനെ സാരി ഗാർഡ് പില്ലിയൻ സ്റ്റേ ഒന്നുമില്ല. ഇത് സിംഗിൾ സീറ്ററാണ്, അതുകൊണ്ട് ഇതിന് അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊടുത്താൽ. പിന്നെ ഇത് CBU ആയിട്ട് കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഇന്ത്യത്തെ ഹോമിലിഗേഷൻ റൂൾസ് ഒന്നും ഫോളോ ചെയ്യേണ്ട റിക്വയർമെന്റ് ഇല്ല. പിന്നെ ബാക്കിത്തെ ഷോക്ക് അബ്സോർബർ ഒക്കെ ഇത് കാണുമ്പോൾ ഓയിലിൻസ് ആണെന്നിരിക്കും, പക്ഷേ ഇത് സാക്സ് എന്ന ഡിഫറെൻറ്റ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയ ഷോക്ക് അബ്സോർബർ ആണ് കേട്ടോ. ഇത് പാനിക്കാലെ V4 ആകുമ്പോൾ ഇതാൻ്റെ ബേസ് വേരിയൻ്റ്, അതിൽ കുറച്ചും കൂടി റോഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സസ്പെൻസ് സെറ്റപ്പാണ് കൊടുക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള V4S പാക്കേജിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഓയിലിൻസിൻ്റെ സസ്പെൻഷൻ, ആ NPX 30 ബാക്ക് ഫോർക്ക് ഫ്രണ്ടിത്തെ ഇലക്ട്രോണിക് സസ്പെൻഷൻ ഫോർക്ക് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫുഡ് പാക്ക് കണ്ടില്ല, എന്ത് ഹൈ ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി അതിൻ്റെ കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻ ഉണ്ട്, ആ ഗ്രൂസ് ഉണ്ട്, ബെറ്റർ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടോ. നിങ്ങൾ സോഫ്റ്റ് കോമ്പൗണ്ടിൽ റേസിംഗ് ബൂട്ട്സ് ഒക്കെ അതിന് നല്ല ഗ്രിപ്പ് ഇട്ട് ആ റബ്ബർ ഇതിൻ്റെ ഇടയിൽ കയറി നല്ല ഗ്രിപ്പും ഫീലിംഗ് കിട്ടുന്ന ലെവേഴ്സാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കൊള്ളാല്ലേ. ഇതിന് എല്ലാ തരം ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇലക്ട്രോണിക്സിലോട്ട് കിടക്കാം. ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ട്, ക്ലച്ച് പിടിക്കാണ്ട് അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാം. അതിരിക്കട്ടെ, ഒന്ന് ഓണാക്കി കാണിച്ച് ആ ഡിസ്പ്ലേ നോക്ക്. 6.9 inch TFT ഡിസ്പ്ലേ, പാനിക്കാലെ V4 ലൈറ്റപ്പ് ചെയ്ത് വരുന്നുണ്ട്. ആ ഗിയർ പൊസിഷൻ കാണിക്കും കണ്ട, എല്ലാ സെറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ഉണ്ട്. കൊടുത്തത് സൈഡ് സ്റ്റാൻഡിലിട്ടേക്കോ, ലീൻ ആംഗിളും കൂടി ഉണ്ട് കണ്ട. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് 9 degrees ഓഫ് ലീനിലായിരിക്കുന്നത്. ഞാൻ വണ്ടി നേരെ ആയിക്കണ്ട, പെർഫെക്റ്റ്ലി സ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ സെൻറ്ററിലോട്ട് വെച്ചാൽ ചരിച്ച് കഴിഞ്ഞാൽ ചരിയും. ഞാൻ അങ്ങോട്ട് ചരിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കുറച്ച് ചരിച്ച് നോക്കട്ടെ കണ്ട, 10 degree ഞാൻ ചരിച്ച്. അധികം ചരിക്കണ്ട, കയ്യിൽ നിന്ന് പോകും. വെയിറ്റ് കുറവാണ്ട്, ഏകദേശം 198 kgs ഉള്ളൂ. ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടോർ സൈക്കിൾ ആകെ 198 kgs ഉള്ളൂ. മാത്രമല്ല ത്രോട്ടിലും ബ്രേക്കിൻ്റെയും കൂടി മാപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ട. ഞാൻ ഫുൾ ത്രോട്ടിൽ കാണിക്കും കണ്ട. കുറച്ച് ത്രോട്ടിൽ കൊടുത്താൽ കുറച്ച് കണ്ടത് കയറി വരുന്ന കണ്ടില്ലേ. സോ ഏറ്റവും എന്ത് പ്രിസൈസ് ആ റൈഡ് ബൈ വയർ യൂണിറ്റാണ്. ഇതിന് ആക്സിലേറ്റർ കേബിൾ അങ്ങനത്തെ ഒരു മത്താപ്പില്ല, ഫുൾ ഇലക്ട്രോണിക് കൺട്രോളാണ്. മാത്രമല്ല ഇതിൻ്റെ ത്രോട്ടിൽ കൺട്രോളർ ഡുക്കാട്ടി V4 ആറിൻ്റെ ത്രോട്ടിൽ കൺട്രോളാണ് കൊടുത്തത്. ഒട്ടും പ്ലേ ഇല്ല. ഇത് നോക്ക്, വിത്തൗട്ട് പ്ലേ ആണ്, 0 പ്ലേ. ഇങ്ങോട്ട് മൂവ്മെൻ്റ് ഇല്ല, പ്രിസൈസ് ആയിട്ട് റൈഡറിന് അത്രയും മാത്രം കോൺഫിഡൻസോടെ ഇൻപുട്ട് കൊടുക്കാനുള്ള സെറ്റപ്പ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കൊള്ളാല്ലേ. പിന്നെ ഇതിൻ്റെ റൈഡിങ് മോഡ്സ്, ഒരു മോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, നെക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. അത് ഫൈൻ ട്യൂണും ചെയ്യാൻ പറ്റും. ഏതൊക്കെ മോഡുണ്ട്, റോഡ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി സ്പോട്ട് ഉണ്ട്, റേസ് A ഉണ്ട്, റേസ് B ഉണ്ട്.
റേസ് എ മോഡാണ് അക്രമോട്ടോ. കണ്ടേ റേസ് എയിലാണ് ഫുൾ പവർ കിട്ടുന്ന, മാത്രമല്ല ഇലക്ട്രോണിക്സ് അത്രമാത്രം ഇൻ്റർവീനിങ് ആയിക്കില്ല കേട്ടോ. നിങ്ങൾ റേസ് ഒക്കെ ഓടിക്കുകയാണെങ്കിൽ ഈ മോഡിലിട്ട് റേസ് ഓടിക്കാം. റേസ് റോഡിലല്ല ട്രാക്കിൽ ഇതാണ്ട് കുറച്ചൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടാണെങ്കിൽ റേസ് എ മോഡിലിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ഡേയ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ബിഗിനർ ട്രാക്ക് ഡേ റൈഡേഴ്സ് ഒക്കെയാണ്, ബിഗിനർ ഇന്റർമീഡിയറ്റ് ആയിട്ട് കുറച്ച് ഹൈ പേസിലൊക്കെ BIC ഓൾറെഡി ഓടിച്ച് പരിചയമുള്ളവരാണെങ്കിൽ റേസ് ബിയിലിട്ട് ഓടിക്കുക. സ്പോർട്ട് മോഡ് റോഡിൽ കുറച്ച് അക്രമമൊക്കെ കാണിച്ച് ഓടിക്കാനുള്ള മോഡാണ്. റോഡ് മോഡിൽ നിങ്ങൾക്ക് ഫുൾ പവർ കിട്ടും, പക്ഷേ ഈ ത്രോട്ടിലിൻ്റെ സെൻസിറ്റീവ് ഉണ്ട്, അത് കുറച്ചുകൂടി പ്രോഗ്രസീവ്. സ്പോർട്ടിൻ്റെ അത്ര അഗ്രസീവ് ആയില്ല. വെറ്റ് മോഡിൽ പവർ 160 ഹോഴ്സ് പവറിലോട്ട് ലിമിറ്റഡാണ്. അതൊക്കെയാണ് ചേഞ്ചസ്. ഞാൻ പെട്ടെന്ന് മനസ്സിൽ ഓർത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തീർത്താൽ. ഇത് കുറച്ച് ടെക്നിക്കാർ. പിന്നെ ഞാൻ പറയും, ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി ഇത് കസ്റ്റം ട്യൂൺ ചെയ്തെടുക്കാൻ അത്രയും മാത്രം ഓപ്ഷൻസ് ഫീച്ചേഴ്സാണ് ഡുക്കാട്ടി കുത്തിക്കയറ്റി വെച്ചേക്കാം. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ആ ട്രാക്ഷൻ കൺട്രോളിൽ തന്നെ കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ വിത്ത് സ്ലൈഡ് കൺട്രോൾ. നിങ്ങൾ റിയർ സ്ലൈഡ് ഔട്ട് ചെയ്യണം കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അവർ ടയർ സ്ലിപ്പ് ആയാലും അലോ ചെയ്യുക സ്ലിപ്പ് ആകാൻ വേണ്ടി. അങ്ങനത്തെ അത്ര ഇലക്ട്രോണിക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, എഞ്ചിൻ ബ്രേക്ക് കൺട്രോൾ ഉണ്ട്. കോർണർ എൻട്രിക്കുമ്പോൾ എത്രമാത്രം എഞ്ചിൻ ബ്രേക്കിംഗ് വേണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ത്രോട്ടിൽ പ്ലേസ് ഷട്ട് ചെയ്യില്ല. കുറച്ച് എമൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കും, എമൗണ്ട് ഓഫ് ഫ്യൂൽ ഇൻ ടു ദ എഞ്ചിൻ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഹാഷ് എഞ്ചിൻ ബ്രേക്കിംഗ് കുറച്ചുകൂടി സ്മൂത്തായിട്ട് കോർണർ എൻട്രി ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ റേസ് CBS എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ തരം ABS കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്ന, അതൊക്കെ മാരക സാധനം കേട്ടോ. നിങ്ങൾക്ക് ഫ്രണ്ട് ബ്രേക്ക് ഇപ്പോൾ ട്രെയിൽ ബ്രേക്ക് ചെയ്ത് എൻട്രിയിൽ നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് റിലീസ് ചെയ്തിട്ടാണ് അപ്പെക്സിലോട്ട് പോകണം, കോർണർ ടിൽറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. അത് നിങ്ങൾ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് റിലീസ് ചെയ്ത് ഇത് റിയർ ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യും. ആ കോർണർ കുറച്ചും കൂടി ടൈറ്ററായിട്ട് എടുക്കാൻ വേണ്ടി ഡിപ്പെൻഡിങ് ഓൺ ലീൻ നിങ്ങളുടെ RPM അനുസരിച്ച് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ടോ അതൊക്കെ നോക്കി അനുസരിച്ച് ഇത് തന്നെ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ റിയർ ബ്രേക്ക് അപ്ലൈ ചെയ്തതിനാൽ വെയിറ്റ് ടുവേർഡ്സ് ദ ഫ്രണ്ട് വരുന്ന, ഫ്രണ്ട് വീൽ ലോഡ് ചെയ്യുന്ന, ഫ്രണ്ട് ഫോക്സ് ലോഡ് ചെയ്യുന്നതായിരിക്കും. വീൽ ബേസ് ഷോർട്ടർ ആവുന്നതായിരിക്കും. ഫ്രണ്ട് ടയർസ് കൂടുതൽ ഗ്രിപ്പും കിട്ടുന്നത്. അപ്പോൾ ടൈറ്റ് ലൈൻ എടുക്കാൻ പറ്റും. ഷോർട്ടർ വീൽ ബേസിൻ്റെ അഡ്വാൻറ്റേജ് അറിയാം, വണ്ടി പെട്ടെന്ന് വളച്ച് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയാം. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് നോക്കട്ടെ ഈ വണ്ടി കോസ്റ്റില്ല അല്ലെങ്കിൽ BIC കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അക്രമം കാണിക്കാട്ടോ. പിന്നെ ഡുക്കാട്ടി ലോഞ്ച് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. എത്ര സെറ്റപ്പ് സാധനങ്ങളാണ് കൊടുത്തത്. വീലി കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ തരം സാധനങ്ങൾ ഇലക്ട്രോണിക് ആയിട്ട് ഒരു സ്പോർട്ട് ബൈക്കിന് കൊടുക്കാൻ പറ്റുമോ ആ സാധനങ്ങളൊക്കെ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അക്രമം തന്നെ. പിന്നെ ഇതിൻ്റെ ക്ലച്ച് ലെവറുണ്ട്. ക്ലച്ച് ലെവറും ഹൈഡ്രോളിക് ആയിട്ട് നമ്മൾ ബ്രേക്ക് പോലെ ഹൈഡ്രോളിക് യൂണിറ്റാണ് കൊടുത്തത്. റേഡിയൽ ആയിട്ടുള്ള ക്ലച്ച് ലെവറാണ് കേട്ടോ കൊടുത്തത്, ബെറ്റർ ഫീൽ കിട്ടാൻ വേണ്ടി. അത്ര ലൈറ്റില്ല എന്നാൽ ഓവർ സ്റ്റിഫോ ഇല്ല കേട്ടോ. എനിക്ക് ഈ ഹൈഡ്രോളിക് ക്ലച്ചസ് ഇഷ്ടപ്പെടാത്ത റീസൺ എന്ന് പറഞ്ഞാൽ അത്രയും മാത്രം ഫീഡ്ബാക്ക് കിട്ടില്ല. കുറച്ച് എന്താ പറയുക, കുറച്ച് വേഗമായിട്ടുള്ള ഫീലിംഗ്. ഒരു ക്ലച്ച് ലെവർ ഒരു നോർമൽ ക്ലച്ച് കേബിളിൻ്റെ ആ ഫീലിംഗ് കിട്ടില്ല. പിന്നെ ഫ്രണ്ട് ഫോക്സ് ആണില്ലേ ഫുള്ളി അഡ്ജസ്റ്റബിളാണ്. ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ റീബൗണ്ടാണ്, കോംബ് എന്ന് പറഞ്ഞാൽ കംപ്രഷനാണ് ഉദ്ദേശിക്കുന്നത്. കൊള്ളാല്ലേ. പിന്നെ വേറെ കുറച്ച് മത്താപ്പ് ഡുക്കാട്ടിയുടെ ആ V4 സിലിണ്ടർ ഡീആക്ടിവേഷൻ ഉണ്ട്. ഇത് 4 സിലിണ്ടറാണ്, പക്ഷേ നിങ്ങൾ ന്യൂട്രലൊക്കെ ഇട്ട് സ്റ്റാർട്ട് ആക്കുവാണെങ്കിൽ ഇൻ ദ സിറ്റി ക്ലച്ചൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്താണ് മോട്ടോർ സൈക്കിൾ അപ് ടു ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ 75 ഡിഗ്രീസ് ഒക്കെ അപ് ടു ടെമ്പറേച്ചർ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലത്തെ 2 സിലിണ്ടേഴ്സ് ടേൺ ഓഫ് ചെയ്തിട്ട്, അപ്പോൾ ബാക്കിലത്തെ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി കുറച്ചൊരു ബെറ്റർ ഫ്യൂൽ എക്കോണമിക്കും എമിഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ 2 സിലിണ്ടർ ഒരു പാരലൽ ട്വിൻ മോട്ടർ പോലെ ഓടി നടക്കും കേട്ടോ. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് എല്ലാം കുത്തി നിറച്ചൊരു മോട്ടോർ സൈക്കിളാണ്. എന്താണ് ഒന്ന് ഇരുന്നും കൂടി കാണിച്ചത് നിങ്ങൾക്ക് എന്നാലേ ഇതിൻ്റെ അഗ്രഷൻ മനസ്സിലാവുള്ളൂ. സിംഗിൾ സീറ്റാണ്, പില്ലിനൊന്നും ഇരുത്താൻ പറ്റില്ല, അതൊന്നും ഓർക്കണ്ട. ഇരുന്നും കൂടി കാണിച്ചുതരാം. സൈഡ് സ്റ്റാൻഡ് മാറ്റട്ടെ. എന്ത് അഗ്രസീവാണ് നോക്ക്. ഫുഡ് പാക്ക് എവിടെ ഇരിക്കുന്നത്, ബാക്കിലോട്ടാണ് കയറ്റി വെച്ച് ഞാൻ ഇരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ബാക്കിലോട്ടാണ് ആ ഷോക്കിൻ്റെ അവിടെ അങ്ങോട്ടാക്കിയിട്ട് ഫുഡ് പാക്ക് വെച്ച് അത് കയറ്റിയാണ്ട് വെച്ചിരിക്കുന്നത്. അക്രമം നോക്കണേ. പിന്നെ ഇവിടെ കണ്ടില്ല ഈ പോർഷൻ കൊടുത്തതാണ് നമ്മുടെ ഹെൽമെറ്റായിട്ട് ടക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഹാൻഡ് ബാർ പിടിക്കുമ്പോൾ എത്ര ഫ്രണ്ടിലോട്ടാണ് വന്നതെന്ന് നോക്ക്. കണ്ട് ഇത്രയും ലീനായിട്ടേ ഇരിക്കുന്നത്, ഇത്രയും ക്ലോസ് ആയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്ത് കമ്മിറ്റഡാണ്. എന്നിട്ട് ആ ചിൻ കണ്ടില്ലേ, ഹെൽമെറ്റിൻ്റെ ചിൻ ഉള്ളിൽ ടക്കിങ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി മുകളിലോട്ട് നോക്കാൻ വേണ്ടി പ്രോപ്പർ ടക്കിങ്, ഫുൾ ടക്കിങ്, റേസ് ട്രാക്കിന് വേണ്ടിയുള്ള അക്രമം കാണിക്കാനുള്ള മോഡാണ് കൊടുത്തത്. ഇത് കംഫർട്ടബിൾ എർഗണോമിക്സ് ഒന്നുമല്ല കേട്ടോ. ഞാൻ 10R കുറച്ചൊരു ഭേദമുള്ള എർഗണോമിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താന്ന് നോക്കണേ, ഇത് കുറച്ചുകൂടി എന്താ പറയുക മച്ച് ബെറ്റർ ദാൻ 10R ആണ് കേട്ടോ. 10R എനിക്ക് അതിൻ്റെ എർഗണോമിക്സ് തീരെ ഇഷ്ടമല്ല. ജസ്റ്റ് ഒരു കമ്പാരിസൺ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി 10R പറയാൻ റീസൺ എന്ന് പറഞ്ഞാൽ 10R ആയിട്ട് കോമ്പറ്റീഷൻ ഉള്ള മോട്ടോർ സൈക്കിളാണ്. മിക്കതും കൂടുതൽ ഓടിച്ച് ചെയ്യുന്നൊരു മോട്ടോർ സൈക്കിൾ 10R. പുതിയ 10R കേട്ടോ, പഴയ 10R കുറിച്ചല്ല, പുതിയ 10R ആയിരിക്കും കൂടുതൽ ആൾക്കാർ ഓടിച്ചിരിക്കുന്ന മോട്ടോർ സൈക്കിൾ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ. അതുകൊണ്ടാണ് ആ റെഫറൻസ് പറയുന്നത്. മാത്രമല്ല വേറൊരു സാധനം കണ്ടില്ലേ, ഇവിടെ കൊണ്ട് ഫ്ലാപ്സ് കൊടുത്തേക്ക് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ആ ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പോഴൊക്കെ പുഷ് ഡൗൺ ചെയ്യും കേട്ടോ. കൊള്ളാമല്ലേ, ലെഫ്റ്റും റൈറ്റും ആ ഫ്ലാപ്സ് കൊടുത്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കൊള്ളാം. വെയിറ്റും ഒക്കെ ലൈറ്റ് വെയിറ്റ് മോട്ടോർ സൈക്കിൾ 198 kgs ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. ഒരു 17 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് ഉണ്ട്, മസ്കുലർ ഫ്യൂൾ ടാങ്ക്. കാല് വെക്കുമ്പോൾ നോക്കൂ, ഓട്ടോമാറ്റിക്കലി ഇത് ഗ്രിപ്പ് ചെയ്ത് കണ്ടില്ലേ, കോണൊക്കെ ചെയ്ത് കട കുറച്ച് പ്രൊട്രൂഷനായിട്ട് പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹാങ് ഓഫ് ചെയ്ത് ലെഫ്റ്റ് കോൺ എടുക്കാൻ റൈറ്റ് ലെഗ് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് കൊടുത്തത്. ഇതിൻ്റെ ഗ്രിപ്സ് തന്നെ കണ്ടില്ലേ, എന്ത് ഫീഡ്ബാക്കുള്ള ഗ്രിപ്സാണ്. സോഫ്റ്റ് കോമ്പൗണ്ട് ഗ്രിപ്സാണ്, അടിപൊളി ഗ്രിപ്പിംഗ് ആണ് കൊടുത്തത്. വിടുമ്പോൾ തന്നെ പ്രിസിഷനാണ്.
ഞാൻ പറഞ്ഞില്ല ഇത് V4R ഡുക്കാട്ടി പാനിക്കാലെ V4R. അത് ഏതാ വണ്ടി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. അതിനെക്കുറിച്ച് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല, ഓടിക്കാൻ കിട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും വീഡിയോസൊക്കെ ചെയ്ത് അക്രമം വണ്ടി. അതിൻ്റെ ആ 0 പ്ലേ ത്രോട്ടിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അക്രമം തന്നെ. ഇതിൻ്റെ എക്സോസ്റ്റോടും കൂടി ഞാൻ കേൾപ്പിച്ചേട്ടാ. ആ ശബ്ദം കേട്ടല്ല. ഇതിൻ്റെ റെവ് ലിമിറ്റ് 15,000 RPM റെവ് ചെയ്യുന്ന ഹൈ റെവിങ് എഞ്ചിൻ. ആ ശബ്ദം ചേഞ്ച് ആണല്ലേ ന്യൂട്രൽ മോഡിലിട്ടോ, ട്വിൻ സിലിണ്ടർ മോഡായി. അഗ്രഷൻ അല്ലേ കണ്ട, ന്യൂട്രലോട്ട് കണ്ട ലോ RPM എത്തുമ്പോഴേക്ക് ആ ശബ്ദം മാറിയാണ് ഡിഫറെൻറ്റ് ട്യൂൺ വരോട്ടാ. അത് നേരിട്ട് കേൾക്കുമ്പോൾ കുറച്ചൊരു ബെറ്റർ ഐഡിയ കിട്ടുന്നത്. എന്തോ ഒച്ചപ്പാടും ബഹളമായിരുന്നല്ലേ നാട്ടിൽ. ഇനി ഇവിടെ നിന്ന് പുറത്താക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്ന 28 lakhs എക്സ് ഷോറൂം കൊച്ചിയാണ് കേട്ടോ. ഓൺ ദ റോഡ് വരുമ്പോൾ ക്ലോസ് ടു 37 lakhs വരും. അക്രമ സാധനമല്ലേ, 37 ലക്ഷത്തിൻ്റെ ഒരു അക്രമം മിസൈലാണ് നമ്മൾ മുമ്പിലിരിക്കുന്നത്. എങ്ങനെയുണ്ട് സാധനം? ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഫോർ എ റൈഡ് അല്ലേ. റൈഡ് പോയിട്ട് ബാക്കി പറയാം. പിന്നെ ഡുക്കാട്ടി അവിടെ എഞ്ചിൻസിനൊക്കെ ഒരു പേര് ഇടും കേട്ടോ. കണ്ട ഡെസ്ബോ സിഡിച്ചി സ്ട്രഡാലെ എന്നാണ് ഈ എഞ്ചിനെ പറയുന്നത്. V4 എഞ്ചിൻ 1100cc V4 എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ അക്രമ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഡെസ്മോട്രോമിക് വാൽ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റിട്ടേൺ സ്പ്രിങ്സ് ഇല്ല. നോർമലി നമ്മുടെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസിലൊക്കെ ആ വാൽസ് റിട്ടേൺ അടിക്കുന്ന നമ്മുടെ സ്പ്രിങ്സ് വെച്ചിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത് കേട്ടോ. അത് ഓപ്പൺ ചെയ്യുന്ന ക്യാം ലോബ്സ് വെച്ചിട്ടാണ്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ക്ലോസിങ്ങും ക്യാം ലോബ്സ് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ട് അത് കയറി കണ്ടു നോക്കാം. ഡെസ്മോട്രോമിക്, അതിനെ ഡെസ്മോ സർവീസ് എന്ന് പറയുന്നത്. ആ വാൽസ് സർവീസ് ചെയ്യാൻ ടൈമിനെ ഡെസ്മോ എന്ന് പറയുന്നത് കേട്ടോ. കണ്ട അതാണ് അങ്ങനെ കേട്ടോ ആ ടെക്നിക്ക് വരുന്നത്. ഡെസ്മോ കണ്ട ഡെസ്മോ സിഡിച്ച് സ്ട്രഡാലെ റേസിംഗ് ആയിട്ടുള്ള ഡെസ്മോട്രോമിക് സെറ്റപ്പ് അക്രമം കാണിക്കുന്ന ഒരു ഒരു എഞ്ചിനാണ്, ഒരു V4 എഞ്ചിനാണെന്നാണ് അവർ പറയുന്നത്. കൊള്ളാല്ലേ. അങ്ങനെ നമ്മൾ വണ്ടി ഇറക്കിയിട്ടോ. ദ ഡുക്കാട്ടി പാനിക്കാലെ V4 2025. എന്ത് വണ്ടിയാ, കിടന്നാട്ട് ഞാൻ ഓടിക്കുന്ന. സീറ്റിൽ കുറേ സ്ഥലമുണ്ട്, ബാക്കിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കാൻ കൊള്ളാട്ടാ. പക്ഷേ ഈ വണ്ടിക്ക് ഇങ്ങനെ ബ്ലോക്കിൽ ഓടാൻ തീരെ താല്പര്യമില്ല. ഓ വണ്ടിങ്ങനെ ആയിരിക്കുന്നത്. എന്തിനാളാ നീ ഇവിടെ കൊണ്ടുവന്ന്? വേറെ എത്ര സ്ഥലങ്ങളുണ്ട്, എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന്? ഭയങ്കര പ്രിസിഷൻ മോട്ടോർ സൈക്കിളാണ് കേട്ടോ. എനിക്കതാ ഭയങ്കര ഇഷ്ടം. എവിടെ ഗ്യാപ്പ് ഉണ്ട്. ഇതിൻ്റെ ഡയമെൻഷൻസ് ഒന്നും മനസ്സിലാക്കി കുറച്ചൊന്ന് സമയം കൊടുക്കണം കേട്ടോ. വണ്ടിയുടെ ആ വീതി നീട്ടം ഒക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് ഓടിക്കാൻ പറ്റും. പഴയ V4 ഇങ്ങനെ ഓടിക്കാൻ പറ്റില്ല. ഇപ്പോൾ കണക്ക് ക്ലച്ച് റിലീസ് ചെയ്ത വണ്ടി മറ്റേ വണ്ടി ഒരു പേ പിടിച്ച പോലെ ഓടുന്നത്. ഇറ്റ്സ് എ ഗുഡ് തിങ്. അഗ്രസീവാണ്. ഇത് കുറച്ചും കൂടി ടേംഡായ ഫീലിംഗാണ് കിട്ടുന്നത്. കുറച്ചും കൂടി ശാന്തി സമാധാനത്തോടെ പോകുന്ന വണ്ടി V4. ഇന്ന് അക്രമം കേട്ടോ, പവറാണ്. ഇന്ന് ഹൈവേയിലോട്ടൊന്ന് കയറട്ടെ. കണ്ട ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്ത് ഡുക്കാട്ടി കൊച്ചിത്തെ ടെസ്റ്റ് റൈഡ് മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾക്ക് വന്ന് ഇവിടെ നിന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നാൽ അക്രമം കാണിക്കരുത് കേട്ടോ ഗൈസ്. ശ്രദ്ധിച്ചൊക്കെ ഓടിക്കണം. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ആ ലീൻ ആംഗിളൊക്കെ കണ്ടില്ലേ? ഇപ്പോൾ വണ്ടി പെർഫെക്റ്റ്ലി സ്ട്രൈറ്റാണ്. ഞാൻ കുറച്ചൊന്ന് റൈറ്റ് 3 degrees ചരിഞ്ഞെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത്ര ഇലക്ട്രോണിക്സ് കൂത്തി നിറച്ചൊരു മോട്ടോർ സൈക്കിളാണ്. എല്ലാവരും നോക്കും ആ ഡുക്കാട്ടി റെഡ് ഐക്കോണിക് ആയിട്ടുള്ള പാനിക്കാലെ. വണ്ടിയൊന്നുമില്ല. ഇന്ന് ഞാൻ കൈ കൊടുത്ത ഓ എൻ്റെ അമ്മേ പവർ. റോഡ് മോഡിൽ 216 ഹോഴ്സ് പവർ കിട്ടും. പക്ഷേ ആ ത്രോട്ടിൽ പ്രോഗ്രസീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. റേസ് മോഡ് എയിലാണ് അക്രമം. പക്ഷെ അതൊക്കെ കാണിച്ചു കഴിഞ്ഞാലേ ഭയങ്കര അഗ്രഷൻ. ഈ റോട്ടിൽ ഉണ്ടാകുന്ന എല്ലാ റൂൾസും റെഗുലേഷൻ നിയമങ്ങളൊക്കെ പൊട്ടിച്ച് തകർക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. 0 to 100 under 3.3 secondsൽ 0 to 100. ഈ കഥ പറഞ്ഞു കഴിയണ മുമ്പ് ഞാൻ 100 എത്തിക്കഴിഞ്ഞ് പറക്കും. എന്ത് പവർ, എന്ത് അഗ്രഷൻ. ആ ലോഡാകും കുറച്ച് മൈൽ ഡ്രൈവ്, പക്ഷേ ആ പുള്ള് ഇത് ഞാൻ റോഡ് മോഡിലാണ് കേട്ടോ. വിത്ത് ദാറ്റ് പ്രോഗ്രസീവ് ത്രോട്ടിലായിട്ട് ഇത്രയും പുള്ള്. ബ്രേക്സ് മാരക ബ്രേക്സാണ്. ആ ബ്രെംബോയുടെ ഹൈപ്യൂർ കാലിപ്പറാ കൊടുത്തിരിക്കുന്ന സിൻഡേർഡ് ബ്രേക്സ്, സിൻഡേർഡ് ബ്രേക്ക് പാഡ്സ്. 330 ആകുമ്പോൾ ഡിസ്ക് റോട്ടറാ.
അത് ട്വിൻ ഡിസ്ക് കേട്ടോ, 330 mm വലിയ 2 ഡിസ്ക് റോട്ടേഴ്സ് ആ ഫ്രണ്ടിൽ കൂടെ. ഈ ബ്രേക്ക് കേട്ടോ, റേഡിയൽ ബ്രേക്ക്, അത്ര ഫീലിംഗ്. ആ തൊട്ടൊന്ന് തലോടിയാൽ മതി, അത്ര ഫീലിംഗ് ആയിട്ട് കിട്ടുന്ന. എൻ്റെ അമ്മ, ഒരു ആങ്കർ എടുത്ത് ഇട്ട പോലെയാണ്. പക്ഷേ ഈ വണ്ടി ഇവിടെ ഓടിക്കാൻ വെച്ചിട്ട്, ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ട് റിവ്യൂ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. ഓൺ ദ റേസ് ഞാൻ ഇതിൻ്റെ എല്ലാ ഐട്രേഷൻസും ഓടിച്ച V4, ഇതിൻ്റെ മുമ്പത്തെ ജനറേഷൻ V4 ഓടിച്ച, V4S ഓടിച്ചിട്ടുള്ള, അതൊക്കെ ട്രാക്കിൽ BS ബൂത്ത് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ ഓടിച്ച, വിത്ത് S1000 RR വെച്ച് കമ്പയർ വിത്ത് GXXR 1000, ZX10R പുതിയ മോഡൽ, എല്ലാ വണ്ടിയും വെച്ച് കമ്പയർ ചെയ്തിട്ട് ഈ വണ്ടിയുടെ ഒരു ഹാൻഡിൽ, ഇതെനിക്കിപ്പോൾ ഓടിച്ചിട്ട് CBR 1000 RR SP ഉണ്ടായിരുന്നു. ആ വണ്ടിയുടെ ചെറിയൊരു ഫീലിംഗ്, ആ ലൈറ്റ്നെസ് ഹാൻഡ്ലിങ്ങിൽ, ആ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ ചേഞ്ച് കണ്ടില്ലേ, എന്ത് സെറ്റപ്പാണ്. എനിക്കപ്പോൾ ഇതിന് V4S വിത്ത് ദാറ്റ് ലൈറ്റർ വീൽസ്, അലൂമിനിയം വീൽസാണ് ഇതിന് വരുന്നത്, ഫോർജ്ഡ് അലൂമിനിയം വീൽസാണ് വരുന്നത്. അതിൻ്റെ ഹാൻഡ്ലിങ് എന്തായിരിക്കും വിത്ത് ദാറ്റ് ഇലക്ട്രോണിക് സസ്പെൻഷൻ. ഇതിലിപ്പോൾ ഷോവയുടെ ആ ബിഗ് പിസ്റ്റൺ ഫോക്കൊക്കെ കൊടുത്തിരിക്കുന്നത്, എന്നിട്ട് മാരകം. വണ്ടി ഒന്ന് ഹീറ്റായി വരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ ചൂടത്ത് ഓടിക്കാനാണ്, ഇങ്ങനത്തെ ബ്ലോക്ക് ഇപ്പോൾ കൈ കൊടുത്ത് പറക്കാനാണ് ഇഷ്ടം. സസ്പെൻഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ കിടന്നാ പോകുന്നത്, എനിക്ക് പേടിയാണ്. സസ്പെൻഷൻ ഒക്കെ എടുത്ത് എറിയും കേട്ടോ. ക്വിക്ക് ഷിഫ്റ്റർ, അമ്മേ പവറേ. അപ്പ് ഷിഫ്റ്റ്, ക്ലച്ച് ഒന്നും ഞാൻ പിടിക്കുന്നില്ല, അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നു. 6th ഗിയറിലുള്ള ബ്രേക്ക് പിടിച്ച് ഡൗൺ ഷിഫ്റ്റ്. ബ്യൂട്ടിഫുൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇതാണ്. ബട്ടറി സ്മൂത്ത് ക്വിക്ക് ഷിഫ്റ്റർ. ഓടിക്കാൻ കൊള്ളോട്ടോ. ബാക്കിലോട്ട് ഇറങ്ങിയുന്ന ആ ടക്കിൻ പൊസിഷനൊക്കെ പെർഫെക്റ്റ് ആണ്. ഇത് അക്രമത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത മോട്ടോർ സൈക്കിളാണ്. പക്ഷെ നമ്മുടെ റോഡിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷെ എന്നാൽ അക്രമം കാണിക്കാൻ പറ്റും. എൻ്റെ അമ്മ, അക്രമം കൂടുന്നു. അടങ്ങ് അടങ്ങ് അടങ്ങ്. എന്ത് വണ്ടിയാ. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ഞാൻ പറഞ്ഞു, 1100 cc ആണ്. 1100 cc V4 90 ഡിഗ്രി V4 എഞ്ചിനാണ്. ഏകദേശം 216 ഹോഴ്സ് പവർ, 218 ഹോഴ്സ് പവർ എന്ന് പറയാം. 218 ഹോഴ്സ് പവർ, 122 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ്. മാരകം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ 200 kgs ആണ്. ഒരു ട്വിസ്റ്റ് ഓഫ് ദ റിസ്റ്റ്. എല്ലാ ഇലക്ട്രോണിക്സ് ഉള്ളത് കൊണ്ട് ഞാൻ പറന്നു പോയില്ല. പിന്നെ ആ സൈഡിൽ കണ്ടില്ലേ, വിംഗ്ലെറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും പവറില്ല, ആകാശത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി, തറയിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു 30 to 40 kgs ഓഫ് ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. എന്ത് എഫേർട്ട്ലെസ് ആണ്. അഗ്രഷൻ ആട്ടോ. ഈ വണ്ടി അങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റില്ല. എന്ത് വണ്ടിയാണ്. ഐ എം ഗെറ്റിംഗ് അഗ്രസീവ് ഗൈസ്. എൻ്റെ അമ്മ, ഇത് ഞാൻ കുറച്ച് ഓടിക്കുമ്പോൾ എൻ്റെ അക്രമം കൂടി പോണേ. ഞാൻ എന്ത് പറയാതെ പുതിയ മോട്ടോർ സൈക്കിൾ, എസ്പെഷ്യലി V4 ഡുക്കാട്ടി ഓൺ ദ റോഡ്സ്, ഞാൻ പറയാം അത്രയും ഞാൻ കൺട്രോൾ ചെയ്തിട്ടാണ് ഓടിക്കുന്നത്. ട്വിസ്റ്റ് ഓഫ് ദ റിസ്റ്റ്, ഒരു ചെറിയ ഫ്ലിക്കും കൂടി അത്ര മാത്രമൊന്നും ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ ഈ വണ്ടിക്ക് അത്ര ഇലക്ട്രോണിക്സാണ് കൊടുത്തത്. ക്വിക്ക് ഷിഫ്റ്റർ, അപ്പ് ആൻഡ് ഡൗൺ ക്വിക്ക് ഷിഫ്റ്റർ, ബട്ടറി സ്മൂത്ത് ക്വിക്ക് ഷിഫ്റ്റർ, വീലി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ സ്ലൈഡ് കൺട്രോളും കൂടി. കോർണറിട്ട് പോകുമ്പോൾ റിയർ സ്ലൈഡ് വരെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്സിറ്റ് ചെയ്യുമ്പോൾ എഞ്ചിൻ ബ്രേക്കിംഗ് കൺട്രോൾ, കോർണർ എൻട്രിക്ക് മുമ്പായിട്ട് അത് എഞ്ചിൻ ബ്രേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എത്രത്തോളം എഞ്ചിൻ ബ്രേക്ക് വേണമെന്ന് അത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എത്ര ഇലക്ട്രോണിക്സാണ് കൊടുത്തിരിക്കുന്നത്. പവർ ലോഞ്ച് ഉണ്ട്, നിങ്ങൾക്ക് ലോഞ്ച് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, പിറ്റ് ലൈൻ ലിമിറ്റർ കൊടുത്തിട്ടുണ്ട്, എല്ലാ സാധനവും. അടങ്ങ് അടങ്ങ് അടങ്ങ്. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഈവൻ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. അടങ്ങ്. ഞാൻ റോഡ് മോഡിലാണ്, റേസ് A മോഡ് ഇടുന്നില്ല. അടിപൊളി മോട്ടോർ സൈക്കിൾ, അടിപൊളി മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് V4 കേട്ടോ. ഇതിൻ്റെ V4S ഉണ്ട്. അതൊക്കെ എന്തായിരിക്കും ഈശ്വരൻ. അതിന് കുറച്ചൊരു ലൈറ്റർ വെയിറ്റ് വീൽസ്, ബെറ്റർ ഹാൻഡ്ലിംഗ് ആയിട്ട് ഇലക്ട്രോണിക് സസ്പെൻഷൻ വരും. പക്ഷേ ഫോർ 99% ആൾക്കാർക്ക് ഇത് തന്നെ ഓവർ കില്ലാണ്. പക്ഷേ ഇത് പിനക്കൽ ഓഫ് സൂപ്പർ ബൈക്ക്. ഓവർ ദ ഇയേഴ്സ് മനുഷ്യന്മാർ എന്ത് മോട്ടോർ സൈക്കിൾ കണ്ടുപിടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ ദ ഡുക്കാട്ടി പാനിഗാലെ V4 അതാണ് നമ്മുടെ പിനക്കൽ ഓഫ് ഇന്നോവേഷൻ. ഇതിനെക്കാട്ടിയും കൂടിയ സാധനം ഇനി ഉണ്ടാക്കാൻ പറ്റും ഡുക്കാട്ടിക്ക്. ഐ തിങ്ക് സോ. നെക്സ്റ്റ് ഇയർ ഒരു വിത്തിൻ 5 years അവർ അടുത്ത സാധനം ഇറക്കും. ചിലപ്പോൾ വിത്തിൻ 5 years ഇങ്ങനത്തെ മോട്ടോർ സൈക്കിൾസ് കിട്ടില്ല. ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്ക്. മാരക മോട്ടോർ സൈക്കിളാണ്, എഫേർട്ട്ലെസ് ആണ് കേട്ടോ. ബെറ്റർ എയറോഡൈനാമിക്സ് കൂടിയ 4% മോർ ബെറ്റർ എയറോഡൈനാമിക്സ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ജനറേഷൻ. പ്രീവിയസ് തന്നെ അടിപൊളി എയറോഡൈനാമിക്സ്. പ്രീവിയസ് തന്നെ എടുത്ത് എറിഞ്ഞോട്ടാ സൈക്കോ.
പ്രപഞ്ചം നമ്മുടെ അടുത്ത് എന്തോ പറയുക, അക്രമം കുറയ്ക്കുക, അതുകൊണ്ടായിരിക്കും അങ്ങനെ അറിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കാറ്. ഓടിക്കാൻ മാരക വണ്ടി കേട്ടാ. മിറേഴ്സൊക്കെ കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി ഉണ്ട്. സീറ്റ് ആണെങ്കിലും കൊള്ളാട്ടോ. ഇപ്പോഴുള്ള സൂപ്പർ ബൈക്സുകൾ അത്ര ഹാർഡ് സീറ്റൊന്നുമില്ല, 10R പോലെ അത്ര സ്റ്റിഫ് സീറ്റൊന്നുമില്ല, നല്ല കുഷനിങ് ഉള്ള സീറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ആൾക്കാരൊക്കെ കൈ കാണിക്കുന്നു, കൈ തിരിച്ച് വേവ് ചെയ്ത് കാണിക്കുക. പിള്ളേരാണ് കണ്ടോ. ഡുക്കാട്ടി മേക്സ് പീപ്പിൾ ഹാപ്പി, അതിൻ്റെ ഒരു എക്സാമ്പിൾ. മോട്ടോർ സൈക്കിൾ മേക്സ് പീപ്പിൾ ഹാപ്പി. സാധനം എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? അതാണ് കാര്യം. എന്താണ് ഇത് കാണാൻ തന്നെ ബ്യൂട്ടിഫുൾ, ഇത് ഓടിക്കുക അതിനെക്കാട്ടി രസം. ഇത്രയും ബ്യൂട്ടിഫുള്ളായ മോട്ടോർ സൈക്കിൾ ക്യാൻ ഇറ്റ് റൈഡ് ബെറ്റർ, ഡെഫിനറ്റ്ലി. ഇത് ഓടിക്കുമ്പോൾ എൻ്റെ ഒരു സന്തോഷം. ശരിക്കും കേട്ടോ, ഐ ലവ് മൈ ജോബ്. മോട്ടോർ സൈക്കിൾസ് എല്ലാം ടെസ്റ്റ് ചെയ്യുക, ഓടിക്കുക ഫോർ എ ലിവിങ്. മാരകം. കമ്മിറ്റഡ് പൊസിഷനായിട്ട് ഇരിക്കുന്ന നോക്ക്. ഫുഡ് പാക്ക് ബാക്കിലോട്ട് കയറ്റി വെച്ചിരിക്കുക, ഞാൻ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ബ്രേക്കൊക്കെ പിടിക്കുമ്പോഴേക്ക് പ്രോപ്പർലി ടാങ്ക് ഹഗ് ചെയ്തില്ലെങ്കിൽ എൻ്റെ കയ്യിലോട്ട് കൂടുതൽ ലോഡ് വരും. ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് പ്രോപ്പർ പഴയ പോലെ അത്ര ഫിറ്റ്നസ് ഇല്ല, പണ്ട് റേസ് ഓടിക്കുന്ന ഫിറ്റ്നസ് ഇല്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് തടി വെച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രായമായില്ലേ, അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണാം. പക്ഷേ ഈ മോട്ടോർ സൈക്കിളിൻ്റെ ഹീറ്റിങ് തുടങ്ങി, ഇതിനങ്ങനെ ഇഷ്ടമല്ല ഇത്രയും ട്രാഫിക്കിൽ പോകാൻ കേട്ടോ. പിന്നെ സിലിണ്ടർ ഡീആക്ടിവേഷൻ ഉണ്ട്, അതും ഈ ന്യൂട്രലിൽ ക്ലച്ചൊക്കെ പിടിച്ച് നിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലത്തെ 2 സിലിണ്ടർ ഓഫാക്കും. എന്നാൽ കൂടി ഇതിന് ഹീറ്റിംഗ് ഇടട്ടാ, അത് ഓഫാക്കിയൊക്കെ വെക്കും, പക്ഷെ എന്നാലും ഹീറ്റിംഗ് ഉണ്ട്. മാരക വണ്ടി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നല്ല ട്രാക്റ്റബിലിറ്റി ഉണ്ട് കേട്ടോ. കേട്ടോ 5th ഗിയറിൽ ഇങ്ങനെ ഓടിക്കാനും പറ്റും. കണ്ടില്ലേ, ഹയർ ഗിയേഴ്സ് അറ്റ് ലോവർ സ്പീഡിലൊക്കെ ചില്ല് ചെയ്ത് അധികം ഗിയർ ഷിഫ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റും കേട്ടോ. കാരണം മോട്ടോർ സൈക്കിൾ അങ്ങനെ ഇഷ്ടമല്ല, ചെയ്യാൻ പറ്റും. ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത്ര ഇലക്ട്രോണിക് ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ക്ലച്ചും കൂടി പിടിക്കേണ്ട ഷിഫ്റ്റ് ചെയ്യാം. വേണ്ട ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം, മാറ്റാം, വേണമെങ്കിൽ അപ്പ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പ് ഷിഫ്റ്റ് ചെയ്യാം. എന്തിനുള്ള സൊല്യൂഷനാണ് ഈ മോട്ടോർ സൈക്കിൾ. കുറച്ചൊരു ഹീറ്റിംഗ് ഉണ്ട്, അതല്ലാണ്ട് മാരകം. എന്ത് പെർഫോമൻസാണ്. പിന്നെ ഈ ടയേഴ്സ് കേട്ടോ, ഇത്ര ഫീലിംഗ്. ആ പ്രൊഫൈൽ ഓഫ് ദ ടയേഴ്സാണ് ഡയറക്ഷൻ ചേഞ്ചിന് വേണ്ടി ഉണ്ടാക്കിയ ടയേഴ്സ്. നേരെ പോകാനുള്ള ടയേഴ്സ് അല്ല കേട്ടോ, ഇത് കോർണർ ചെയ്യാൻ വേണ്ടി അക്രമം കാണിക്കാനുള്ള ടയേഴ്സാണ്. ബിറ്റ്വീൻ ട്രാഫിക്കാണ്, ഓൺ ദ റേസ് ട്രാക്ക്, റോഡിലല്ല. ഞാൻ വീണ്ടും പറയും, ഈ വണ്ടി അക്രമം റോട്ടിൽ കാണിക്കേണ്ട മോട്ടോർ സൈക്കിൾ റോട്ടിൽ കാണിക്കാൻ വേണ്ടി ആ ടയേഴ്സ് ഉണ്ട്. സൂപ്പർ കോസ, പിറിലി ഡയബ്ലോ സൂപ്പർ കോസ V4 SP ടയേഴ്സാണ്. എൻ്റെ അമ്മേ, ആ പേര് കേട്ടറിയാൽ അക്രമമാണെന്ന്. മാരകമാണ്. ഇത് കാഷ്വൽ ട്രാക്ക് ഡേയ്സ് നിങ്ങൾക്ക് ചെയ്യാം. ഇത് കാഷ്വൽ ട്രാക്ക് ഡേയ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടയേഴ്സാണ് കേട്ടോ. മാരക സാധനമാണ് ഇത്. എവറി ഡേ സിറ്റിയിൽ ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ, പക്ഷേ ഐ ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ്. നിങ്ങൾക്ക് വേറൊരു മോട്ടോർ സൈക്കിൾ ഫോർ സിറ്റി, കാഷ്വൽ വീക്കെൻഡ്സ്, കാഷ്വൽ സൺഡേസ് ഒക്കെ ഓൺ ദ ഹൈവേ വിത്ത് ഫ്രണ്ട്സ്, നൈറ്റ് ഡ്രൈവ്സ് ഒക്കെ പോകാൻ നല്ല അടിപൊളി മോട്ടോർ സൈക്കിളാണ്. ഈവൻ ബെറ്റർ ഓൺ ദ റേസ് ട്രാക്കാണ്. ബൂത്ത് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലൊക്കെ കൊണ്ട് അക്രമം കാണിച്ച് എൽബോ ഡൗൺ ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ബ്രില്യൻറ്റ് മോട്ടോർ സൈക്കിൾ. എന്ത് എഫേർട്ട്ലെസ് ആണ് സ്പീഡ് കയറുന്നത്. 300 ആണ് ഇത് ടോപ്പ് സ്പീഡ്, അത് ലിമിറ്റഡ് കൂടിയാണ് കേട്ടോ. പിന്നെ കമ്പയർഡ് ടു ദ പ്രീവിയസ് മോഡൽ എനിക്ക് തോന്നുന്ന കാര്യം ഇത് കുറച്ചും കൂടി നാരോ ആക്കി, എൻ്റെ ഫുഡ് പാക്ക് കുറച്ചും കൂടി ഉള്ളോട്ടാക്കിയിട്ട്. ചിലവർ കുറച്ചൊക്കെ ഇഷ്യൂസ് പറയാം, കോർണർ സമയത്ത് കാല് വരെയാണ് പ്രശ്നം. അത്രയും ലീൻ ചെയ്യാൻ പറ്റുന്ന മോട്ടോർ സൈക്കിളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഫുഡ് പാക്ക് ഇന്നറിലോട്ടാക്കി കഴിഞ്ഞു സെറ്റപ്പ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര എനിക്ക്. അതുകൊണ്ട് തന്നെ ഈ ടാങ്കൊക്കെ ബെറ്ററായിട്ട് എനിക്ക് ഹഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെറ്റപ്പ് സാധനം. എർഗണോമിക്സ് ഒക്കെ എന്താണ് അക്രമത്തിന് വേണ്ടി ഉണ്ടാക്കിയ സാധനം. എന്താണ് എത്രമാത്രം അക്രമം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ. മാരക വണ്ടിയാണ്. പിന്നെ ഇതിപ്പോൾ പഴയ ഡുക്കാട്ടീസ് എപ്പോഴും ആൾക്കാർ പറയാണ്ട് ഭയങ്കര ഹാർഷ് എൻജിൻസാണ്, റിഫൈൻമെൻ്റ് ഇല്ല, അങ്ങനെ എന്നൊക്കെ കുറേ പേര് പറയാണ്ട്. പക്ഷേ പുതിയ ഡുക്കാട്ടീസ് ഞാൻ എപ്പോഴും അവരോട് പറയുന്നത്, പുതിയ ഡുക്കാട്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ജസ്റ്റ് ട്രൈ. എനിക്കതാ പറയാനുള്ളത്. ഇതൊക്കെ നോക്കി എന്ത് റിഫൈൻഡ്, എന്ത് സ്മൂത്തായി. എല്ലാം 4 ലെവൽ ഓഫ് സ്മൂത്ത്നെസ് അല്ല, പക്ഷേ എന്നാലും ഒരു ക്യാരക്ടറുള്ള എൻജിനാണ് കേട്ടോ. പറക്കും. ദ ടാപ്പ് ഓഫ് ദ ബ്രേക്സ്, ആ സ്പീഡ്, ആ കയറിയ സ്പീഡ് എല്ലാം കട്ട് ചെയ്യാൻ പറ്റുന്ന ഇനഫ് ഓഫ് മോർ ദാൻ ഇനഫ് ഓഫ് ബ്രേക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും വിത്ത് റേസ് ABS ആണ് കൊടുത്തിരിക്കുന്നത്.
അത് ഡുക്കാട്ടി അവർ പറയുന്നത് റേസ് ECBS കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ബഡ്ജറ്റ് മോട്ടോർ സൈക്കിളിൻ്റെ സെറ്റപ്പ് അല്ല കേട്ടോ. ഇത് ഹൈ എൻഡ് ആണ്. നിങ്ങൾ ട്രെയിൽ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഇൻറ്റു ആ കോർണർ പോയിട്ട് ഫ്രണ്ട് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന റിയർ ബ്രേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ റിയർ ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ ഇത് റിയർ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീൽ ബേസ് ഷോട്ടാണ്. കൂടുതൽ വെയിറ്റ് ഇൻറ്റു ദ ഫ്രണ്ട് കൊടുക്കാൻ വേണ്ടി ആ ലൈൻ ടൈറ്ററായിട്ട് എടുക്കുക. കോർണറൊക്കെ കുറച്ചുകൂടി ഷാർപ്പായിട്ട് കുറച്ചുകൂടി ടൈറ്ററായിട്ട് എടുക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിനാണ് കൊടുത്തിരിക്കുന്നത്. മാരകം എന്താന്ന് നോക്കണേ. ഓ അത്ര ഇലക്ട്രോണിക്സ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതിന് ഫ്യൂൽ ഗേജ് ഒന്നും ഇങ്ങനെ കാണിക്കില്ല കേട്ടോ. പെട്രോൾ ലോ ആയ ചിഹ്നം കാണിക്കും. അത്ര മതിയെന്നാണ് പറയുന്നത് കേട്ടോ. ഡുക്കാട്ടി മോട്ടോ GPയിൽ ഡോമിനേറ്റഡ് ടീം അവർ പറയുവാണ് ഫ്യൂൽ ഗേജിൻ്റെ ആവശ്യമില്ല, അത് മാറ്റിക്കഴിഞ്ഞാൽ ബെറ്റർ ഹാൻഡ്ലിങ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് എന്നാൽ ഫ്യൂൽ ഗേജ് മാറ്റിക്കോട്ടെ. ഓഹ് എന്ത് സാധനം, ഇതേക്ക് ട്രാക്കിൽ ഓടിക്കാൻ കൊതിയാവുന്നു കേട്ടോ. പഴയ V4 ഓടിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ. അതിൻ്റെ വീഡിയോ കമ്പയർസ് ആയിട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. അന്ന് ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മോട്ടോർ സൈക്കിൾ ഡുക്കാട്ടി പ്രൊവൈഡ് ചെയ്ത മോട്ടോർ സൈക്കിൾ അന്ന് ട്രാക്ക് ഡേ പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ കിട്ടുന്ന മോട്ടോർ സൈക്കിളാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഓൾ ഔട്ട് പുഷ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് റൈഡ് മോട്ടോർ സൈക്കിൾ ഓടിക്കുമല്ലോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വണ്ടി ഓടിക്കാൻ പറ്റും. കാഷ്വൽ ചില്ല് ചെയ്താൽ ഞാൻ ഓടിച്ചത് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. എന്താണ് ഈ V4, എന്താണ് ഈ സാധനം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. മാരകോ എങ്ങനെയുണ്ട് സാധനം. സോ ഈ വർഷം ഞാൻ ഓടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും അക്രമമായിട്ടുള്ള മോട്ടോർ ലാസ്റ്റ് ഇയർ 2024 V4 SI ഞാൻ ഓടിച്ചത് ഓൺ ദ റേസ് ട്രാക്ക് BIC ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഫുൾ പൊട്ടൻഷ്യൽ. ഓൺ ദ റോഡ് ഓടിച്ചിട്ട് സെറ്റപ്പ് വണ്ടി, അക്രമ വണ്ടി തന്നെ. പക്ഷെ ഓൺ ദ റേസ് ട്രാക്ക് എനിക്ക് മനസ്സിലായി എത്ര കേബിളാണ്, എത്ര അഗ്രഷനുള്ള മോട്ടോർ സൈക്കിളാണ്. ദ 2025 വേന് ബ്രാൻഡ് ന്യൂ പാനിക്കലെ V4 ആണ്. ഇതൊരു അക്രമ മോട്ടോർ സൈക്കിൾ, പക്ഷെ മച്ച് മോർ ലീനിയറായിട്ടുണ്ട്. ആ പഴയ V4 ആ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ആ ചാട്ടില്ല, ആ അഗ്രഷനില്ല, ആ ലോ ഡൗൺ ഗ്രണ്ടിൽ അത് കുറച്ചും കൂടി മൈൽഡ് ട്യൂണറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ റോഡ് മോഡിലൊക്കെ മച്ച് മോർ ഈസിയർ ആയിട്ട് ഓടിക്കാൻ പറ്റും. ഹീറ്റിംഗ് ഉണ്ട്, പഴയ പോലെ ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ചൊക്കെ പേസിൽ പോകണമെങ്കിൽ അതൊക്കെ കുറച്ചൊക്കെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇതങ്ങനെ ഒരു സിറ്റി മോട്ടോർ സൈക്കിളൊന്നുമല്ല, നിങ്ങൾ കാഷ്വലായിട്ട് ഓടിക്കുന്ന മോട്ടോർ സൈക്കിൾ. വേണമെങ്കിൽ സൺഡേ ഏർലി മോർണിംഗ് റൈഡ്സ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് റൈഡ് വിത്ത് ഫ്രണ്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ മേജർലി ഇത് ഒരു ട്രാക്ക് വെപ്പൺ ഓൺ ദ റേസ് ട്രാക്ക് BIC അല്ലെങ്കിൽ കോസ്റ്റ് കുറച്ച് ബമ്പിയാണ്. പക്ഷേ അതർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് BIC ഒക്കെ കൊണ്ടുപോയി ഓടിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ഒരു മോട്ടോ GP ലെവൽ ഓഫ് എക്സ്പീരിയൻസ് എന്ത് വേണം. പിന്നെ കൗണ്ടർ റൊട്ടേറ്റിംഗ് ക്രാങ്ക് ഷാഫ്റ്റാണ്. നമ്മുടെ നോർമൽ മോട്ടോർ സൈക്കിൾസിൻ്റെയൊക്കെ ഈ ടയർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതെന്ന് ടയർ റൊട്ടേറ്റ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ആ ഗൈറോസ്കോപ്പിക് ഫോഴ്സസ് കുറയ്ക്കാൻ വേണ്ടി, ചുരുക്കം പറഞ്ഞാൽ ബെറ്റർ ഹാൻഡ്ലിംഗ് കിട്ടാൻ വേണ്ടി കുറേ സാധനങ്ങൾ ഇത് കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ട് ആ ലാറ്ററൽ ആയിട്ടുള്ള സ്റ്റിഫ്നെസ്, ആ റിജിഡിറ്റിയാണ് അവർ കുറച്ച് വയ്ക്കുക. കുറച്ച് ഫ്ലെക്സ് കിട്ടാൻ വേണ്ടി, ബെറ്റർ റൈഡർ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അതിനൊപ്പം തന്നെ ഇവർ ഫുഡ് പേ കുറച്ചുകൂടി ഉള്ളോട്ടാക്കി, ഏകദേശം 1 സെൻറ്റിമീറ്റർ ഈ ഇൻവേർഡിലോട്ടാക്കി ഉള്ളോട്ടാക്കി വെച്ചാൽ ബെറ്ററായി ടാങ്ക് ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓവറോൾ മച്ച് ബെറ്റർ ഹാൻഡ്ലിംഗ് മോട്ടോർ സൈക്കിൾ അറ്റ് BIC ആയിരിക്കുന്നത്. മച്ച് മോർ ഈസിയർ ടു റൈഡ് ദാൻ ദ പ്രീവിയസ് ജനറേഷൻ V4 എന്നാണ് എൻ്റെ ഒരു ഗസ്റ്റിമേറ്റ്. ഞാൻ ഓടിച്ചിട്ട് ഓൺ ദ റേസ് ട്രാക്ക് ഓടിച്ചിട്ട് അപ്ഡേറ്റ് നമ്മുടെ സ്പീക്കർ ട്രാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇഫ് ഐ ഗെറ്റ് എ V4 ഡുക്കാട്ടി തരാതൊക്കെ പറയും. ഇപ്പോൾ സെറ്റപ്പ് ഡുക്കാട്ടി നമ്മൾ ദോസ്തായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡുക്കാട്ടി പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കിതുകൊണ്ട് അക്രമം കാണിക്കാൻ പറ്റും കേട്ടോ. ലിമിറ്റ് പുഷ് ചെയ്ത് എങ്ങനെയുണ്ട് സെറ്റപ്പ് നോക്കാം. ബ്രില്യൻ മോട്ടോർ സൈക്കിൾ. ഇത് ഫോർ 99% ഓഫ് ഓഡിയൻസ് ഇത് മോർ ദൻ എഫ്. ഇത് ഓവർ കില്ല് തന്നെയാണ്. പക്ഷേ ഫോർ ദോസ് ട്രാക്ക് എന്ത് വെച്ചാൽ കുറച്ച് കാഷ്വൽ ട്രാക്ക് ഡേയ്സ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ V4S വിത്ത് ദാറ്റ് ഇലക്ട്രോണിക് സസ്പെൻഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് റേസിങ്ങിലോട്ട് ഇറങ്ങാനാണെന്ന് പറഞ്ഞാൽ ദ V4 എടുത്തിട്ട് അത് കുറച്ചുകൂടി അതിൻ്റെ റേസിങ്ങുള്ള ഫോക്സും അതിൻ്റെ റേസിംഗ് ഷോക്കൊക്കെ എന്തായാലും എല്ലാം മാറ്റും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ദ V4 വുഡ് ബി എ ബെറ്റർ ബേസ് ഇൻ മൈ ഒപ്പീനിയൻ. ഞാൻ അങ്ങനെ എടുത്ത് ബിൽഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇഫ് ഐ വേർഡ് ടു ബിൽഡ് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ V4 എടുത്തിട്ടായിരിക്കും ബിൽഡ് ചെയ്യാം. V4S എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സസ്പെൻഷൻ കുറച്ച് ഇനീഷ്യൽ കോസ്റ്റ് കൊടുക്കുക. നമ്മൾ എന്തായാലും റേസിംഗ് പോകുമ്പോൾ അതൊക്കെ മാറ്റും. അത് ഡിപ്പെൻഡ് ആയിരിക്കും. ട്രാക്ക് ഡേ വേണോ റേസ് ഡേ വേണോ ഡിപ്പെൻഡിങ് ആയിട്ട് ആ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കറൻറ്റ്ലി ഇൻ ഇന്ത്യ ഈ 1000cc അല്ലെങ്കിൽ 1100cc കാറ്റഗറീസ് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ഒന്നുമില്ല. ഒരു ഡുക്കാട്ടിയുടെ ഹോമലഗേറ്റ് ആയിട്ടുള്ള 1 മേക്ക് ചാമ്പ്യൻഷിപ്പ് ഡുക്കാട്ടി കപ്പ് വരുന്നുണ്ട് ടു ഇന്ത്യ എന്ന് കേൾക്കാൻ കുറേ നാളെ. പക്ഷേ സോളിഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒരു ഇന്ത്യൻ സൂപ്പർ ബൈക്ക് ലീഗൊക്കെ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ നോട്ട് മച്ച് കോൺക്രീറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് ഇറ്റ്. സോ അതുകൊണ്ട് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ഐ വുഡ് പ്രിഫർ ദ V4. ഞാൻ V4S ഓടിച്ചിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ടൈം വെയിറ്റ് ചെയ്യുക. കറക്റ്റ് V4S കൂടി ഓടിച്ചിട്ട് പ്രോപ്പർ ഓൺ ദ റേസ് ട്രാക്ക് രണ്ടും കമ്പയർ ചെയ്താൽ പറയാൻ പറ്റും. ഓൺ ദ റോഡ് ഈ ഷാസി ഫ്ലെക്സ് ഈ ലാറ്ററൽ ആയിട്ടുള്ള റിജിഡിറ്റി കുറവെന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഓൺ ദ റേസ് ട്രാക്ക് ആ ഷെക്കിനെ കുറേ സഡൻ ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ആ ഫ്ലിപ്പൊക്കെ ചെയ്ത് ഇൻറ്റു ആ കോർണർ ആയിട്ട് എൽബോ ഡൗൺ ഒക്കെ ചെയ്ത് പോകുമ്പോൾ യു ഗെറ്റ് ദാറ്റ് ഫീലിംഗ്. കുറച്ചും കൂടി ഈസി ടു റൈഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ഒരു ഷാസി ഓഫ് എ മോട്ടോർ സൈക്കിൾ. അല്ലാണ്ട് സിറ്റിയിൽ ഓടിച്ചിട്ട് ഇതിന് മാത്രം ആ ലാറ്ററൽ ആയിട്ട് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണലായിട്ട് റിജിഡിറ്റി മാറിയോ അത്രമാത്രം പവർ ടു ദ റിയർ വ്യൂ വന്നു ജഡ്ജ് ചെയ്യാൻ ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഡുക്കാട്ടി ഹാവ് ഡൺ എ ബ്രില്യൻ ജോബ്
ഓൺ ഡിസൈനിങ് ദ മോട്ടോർ സൈക്കിൾ. ഇറ്റ് ലുക്സ് ഗുഡ്. ഇപ്പോൾ വീഡിയോസും ഫോട്ടോസും കാണുമ്പോൾ അത്ര സെറ്റപ്പ് തോന്നില്ല, പക്ഷേ നേരിട്ട് കാണാനാണെങ്കിൽ ഈ റെഡ് കളർ ഗ്ലൈഡിങ് ത്രൂ കൊച്ചി കൂടി പറന്നു പോകണം കാണാൻ ഒരു അടിപൊളി ഫീൽ ആയി. ഇപ്പോൾ ഞാൻ വഴി പോകുന്നത് എല്ലാവരും നോക്കി ചോദിക്കും. ഞാൻ സിഗ്നലൊക്കെ നിർത്തിയപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്താ വണ്ടി, ഇതെന്താ സംഭവം, ഇത് എവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ കോസ്റ്റ് എത്ര? കോസ്റ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 28 lakhs എക്സ്ഷോറൂമാണ്. അപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് കേട്ട് ആക്കാൻ നെട്ടുക. ഇത് ഓൺ റോഡ് പ്രൈസ് ഏകദേശം 37 lakhs വരും കേട്ടോ. അത്രയും ഇറ്റ്സ് എക്സ്പെൻസീവ് മോട്ടോർ സൈക്കിൾ. പക്ഷേ നിങ്ങൾക്ക് ക്ലോസ് ടു മോട്ടോ GP മോട്ടോർ സൈക്കിളാണ് കിട്ടുന്ന ഒരു റോഡ് ലീഗൽ പ്രൊട്ടക്ഷൻ മോട്ടോർ സൈക്കിൾ. ഇത്രയും പവർ നിങ്ങൾ അക്കപ്പോയിച്ചിൻ്റെ ആ ഫുൾ സിസ്റ്റം കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ 228 horse power ആവും. കുറച്ചും കൂടി വെയിറ്റ് സേവ് ചെയ്യാൻ പറ്റും. വീണ്ടും 190 കുറച്ചും കൂടി വെയിറ്റ് 195 kgs ആക്കാൻ പറ്റും. യു ഗെറ്റ് മോർ പവർ. പക്ഷേ ഇത് തന്നെ ഇസ് മോർ പവർ യു എവർ നീഡ്. ഇസ് മോർ ദാൻ ഓഫ് പവർ യു എവർ നീഡ്. നിങ്ങൾക്ക് ഇത്രയും മാത്രം പവറിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇത്രമാത്രം പവറിൻ്റെ റിക്വയർമെൻറ്റ് ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടെന്ന്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം കേപ്പബിലിറ്റി ഓഫ് ഹ്യൂമൻസ് ഓവർ ദ ഇയേഴ്സ് നമുക്ക് കാണിച്ചു വെക്കാൻ പറ്റും. ഒരു എപ്പിറ്റോം ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, ആരെങ്കിലും പുറത്തുനിന്ന് അക്കരൊക്കെ വരുവാണെങ്കിൽ, ഏലിയൻസ് ഒക്കെ വരുവാണെങ്കിൽ എന്ത് സാധനം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഡുക്കാട്ടി പാനിക്കാലെ V4 കേട്ടോ. അത്രയും ബ്രില്യൻ മോട്ടോർ സൈക്കിളാണ്. റോഡിൽ ഓടിക്കാൻ ആക്സലേഷൻ ആ 0 to 100 ആണ് ജസ്റ്റ് ഫ്ലൈയിങ് മോട്ടോർ സൈക്കിളാണ്. അത്രയും ബ്രില്യൻ ഹാൻഡ്ലിങ്. ആ ടയേഴ്സ് ഫ്രം ദ ഫാക്ടറി തന്നെ സൂപ്പർ കോസ്റ്റേഴ്സാണ് കൊടുത്തത്. V4 SP സൂപ്പർ കോസ്റ്റേഴ്സാണ് കൊടുത്തത് സ്റ്റാൻഡേർഡ് ആയിട്ട്. അത് ഇനഫ് ഓഫ് എ ട്രാക്ക്, ഒരു കാഷ്വൽ ട്രാക്ക് ഡേ മോട്ടോർ സൈക്കിളിന് ഇനഫ് ഓഫ് എ ടയർ. റോഡിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും അത്രയും ഗ്രിപ്പ് പെർഫോമൻസ്. പിന്നെ ആ ബ്രെംബോയുടെ ഹൈ പ്യൂർ കാലിപ്പർ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആ കാലിപ്പർ നേരിട്ട് കാണാം. വേറൊരു മോട്ടോർ സൈക്കിളിൽ വന്നു കേൾക്കുന്നത്, പക്ഷേ ഫസ്റ്റ് ടൈം ഐ എം എക്സ്പീരിയൻസിങ് ദാറ്റ് കാലിപ്പർ. അതിന് ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷൻ, ബെറ്റർ ലെവൽ ഫീലാണ്. ഈ റോഡിൽ 100-150 ഓടിച്ചാലൊന്നും ആ ഫീലിംഗ് കിട്ടില്ല. ഓൺ ദ റേസ് ടൈം നമ്മൾ 299 ഫ്ലാറ്റ് വന്നിട്ട് ആ ഓൺ ദ ബ്രേക്സ് ഹാർഡ് ബ്രേക്സ് പിടിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ആണെങ്കിൽ ആ ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷൻ ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ ഞാൻ കഴിഞ്ഞ വർഷമാണ് ആ V4-ഉം S1000 RR ഡിഫറൻ്റ് ആയിട്ട് അങ്ങനെ പുഷ് ചെയ്ത് ഓടിക്കുക. അങ്ങനെ അത്ര എക്സ്ട്രീം ലിമിറ്റില്ല, എന്നാലും കാഷ്വലായിട്ട് പുഷ്. അപ്പോഴേ മനസ്സിലായി എത്ര മാത്രം ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മോട്ടോർ സൈക്കിൾ. ഒരു ശരിക്കും നമുക്ക് ഫിറ്റ്നസ്സിനെ ബാറ്റിൽ ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ. നമുക്ക് ശരിക്കും ഭയങ്കര അത്രയും നല്ല ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മോട്ടോർ സൈക്കിൾ ആ ലിമിറ്റിലോട്ട് പുഷ് ചെയ്യാനാണെങ്കിൽ എളുപ്പമല്ല. നമ്മൾ 300-150cc മോട്ടോർ സൈക്കിൾ റേസ് ട്രാക്ക് ഓടിക്കുന്ന പോലെ അത്ര ഈസി അല്ല ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ. അതിനൊരു നാക്ക് ഉണ്ട്. പെർട്ടിക്കുലർ ഗിയർ സെലക്ഷൻ ആണെങ്കിൽ ദർ ഇസ് വെരി ലിറ്റിൽ റൂം ഫോർ എറേഴ്സ്. അതാണ് ഞാൻ പറയുന്നത്. ഇത് അത്ര ഫോർഗീവിംഗ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ. ഇതിൻ്റെ റേസ് മോഡിലൊക്കെ ഇട്ട് ഓടിക്കാൻ ആഗ്രഹമുണ്ട്, അക്രമം കാണിക്കുക, ഫുൾ പവറായിട്ട് ആ ലീസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഇൻ്റർവെൻഷൻ ആയിട്ട് ആ റേസ് CBS ആ റേസ് കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്ന വെച്ചിട്ട് എത്രമാത്രം ബെനിഫിറ്റ് കിട്ടും. അത് ലീസ്റ്റ് ഇൻട്രൂസീവ് ആക്കി കഴിഞ്ഞാൽ എത്രമാത്രം കിട്ടുമെന്ന് പറഞ്ഞാൽ ട്രാക്കിൽ ഓടിച്ചാൽ എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് പറയാൻ പറ്റും. ഇൻ ടു ദ കോർണർ ഇത് റിയർ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കുറച്ചും കൂടി ലൈൻ ഷാർപ്പാക്കി എടുക്കാൻ പറ്റുമോ? ആ ഫീലിംഗ് ഡസൻറ്റ് മേക്ക് മീ ബെറ്റർ. അത് ട്രാക്ക് ടൈമിൽ ഓടിച്ചാൽ കമ്പയർ ടു ദ പ്രീവിയസ് മോഡൽ വെച്ച് ഓടിച്ചിട്ട് ഇതും വെച്ച് ഓടിച്ചിട്ട് ഓൺ സിമിലർ ടയേഴ്സ് ഓടിച്ചാൽ കറക്റ്റായിട്ട് ഡെഫിനിറ്റീവായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ റോഡിൽ കുറച്ച് ഓടിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഫീഡ്ബാക്ക് എന്നാൽ ഇതൊരു അക്രമ മോട്ടോർ സൈക്കിളാണ്. 2025 ഞാൻ ഓടിച്ചതിൽ വെച്ചാൽ ദ മോസ്റ്റ് അക്രമം എനിക്ക് തന്ന ഏറ്റവും കൂടുതൽ ഫൺ പ്രൊവൈഡ് ചെയ്ത ഒരു മോട്ടോർ സൈക്കിളാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്താ സ്ട്രീറ്റ് ഫൈറ്റർ V4 ഇതുപോലെ ഒരു അക്രമമായിരുന്നു. അത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റി. പക്ഷേ ഇതിലിരുന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി എനിക്ക് കുറച്ചും കൂടി ഫിറ്റ്നസ് വേണം, ബാക്ക് ടു ദ ജിം പോയി ട്രെയിൻ ചെയ്യണം, ബാക്ക് ഓൺ ഡയറ്റ് വേണം. എന്നാൽ മാത്രം ഇതിൻ്റെ ഇത് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പണിഷ് ശരിക്കും എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫിറ്റ്നസ് ആയി മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ ഇറ്റ് പണിഷസ് യു. നിങ്ങൾ അറിയിക്കും നിങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ല, നിങ്ങൾക്ക് ഓടിക്കാൻ ഇതിന് അത്രമാത്രം എലിജിബിൾ അല്ലെന്ന് ഈ മോട്ടോർ സൈക്കിൾ അറിയിക്കും. എന്ത് വണ്ടിയാണല്ലേ. സോ ഗൈസ്, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിൻ്റെ ഇലക്ട്രോണിക്സ് ഇൻഡെപ്ത് ആയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഒറ്റ വീഡിയോ തീരില്ല. മൾട്ടിപ്പിൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഇത് പുതിയതായിട്ടുള്ള കമ്പോണൻറ്റ് കൂടി ഡുക്കാട്ടി വെഹിക്കിൾ ഒബ്സർവർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 70 യൂണിറ്റ്സിൻ്റെ ഡാറ്റ കമ്പൈൽ ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് അത് റൈഡർ ഇൻപുട്ട് അനുസരിച്ചിട്ട് അതിൻ്റെ ഓരോ ഫൈൻ ആക്ഷൻ ആയിട്ട് എടുത്തിട്ട് അത് ഇൻ്റർവീൻ ചെയ്ത് സേഫ്റ്റി ബ്ലാങ്കറ്റ് പോലത്തെ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും ലെവൽ ഓഫ് ഇലക്ട്രോണിക്സ് എങ്ങനെ നമുക്കൊരു 1/2 an hour 1 hour വീഡിയോയിൽ കൊടുക്കാൻ പറ്റും? ഇത്ര ഇൻഡെപ്റ്റ് ആയി പോകണമെന്ന് കുറച്ചുകൂടി ആഗ്രഹമുണ്ട്. പക്ഷേ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നമുക്ക് ഒരു ദിവസം കൂടി എടുത്തിട്ട് ആ DVO സെറ്റപ്പ് എന്താണ്, ഇതിൻ്റെ സ്റ്റെബിലിറ്റി കൺട്രോളിൻ്റെ സെറ്റപ്പ് എന്താണ്, ഫൈൻ ട്യൂൺ ചെയ്തിട്ട് നമുക്ക് ഇൻഡെപ്ത്ത് ഒന്ന് പോകാം. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ മനസ്സിൽ ഇതിൽ അത്രയും സാധനങ്ങൾ പുറത്താക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടപ്പോൾ നെട്ടിപ്പോയി. എന്നാൽ അത്രയും കേപ്പബിൾ ട്രാക്ക് വെപ്പണാണ് ഇത്. അത്രയും മാറ്റിയില്ലെങ്കിൽ അതേപോലെ എടുത്തിട്ട് നിങ്ങൾക്ക് BIC പോയി ഹോണർ റേസ് ചാമ്പ്യൻഷിപ്പ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും ആ ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ റേസ് ഫെയറിങ് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് റെഡി ടു റേസ്. ഹൈ ലെവൽ ലീഗിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോട്ടോർ സൈക്കിളാണ്. എന്താണല്ലേ, എന്ത് കേബിളാണ്, ഓവർ ദി ഇയേഴ്സ് എന്ത് ട്രാൻസിഷൻ ആണല്ലേ നടന്നത്. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. അധികം ഞാൻ വളച്ചു കൊടുക്കുന്ന ടൈം വൈകിട്ട് കൂടി പോയി എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടോ. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട്, വിച്ച് മോട്ടോർ സൈക്കിൾ ഷുഡ് വി റിവ്യൂ നെക്സ്റ്റ്, അതും കൂടി കമൻറ്റ് ചെയ്യുക. എപ്പോഴും ഞാൻ മറന്നു, നമ്മൾ ഏത് മോട്ടോർ സൈക്കിൾ റിവ്യൂ ചെയ്യണം. ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ. So that's it. Thank you for watching. അടുത്ത വീഡിയോ കാണാം.